ആ ഹലോ. ഹലോ. ചേട്ടാ, ഞാൻ അരവിന്ദ്. എടാ നീ ധൈര്യമായിട്ട് കൊച്ചിക്ക് പോരെ, നിന്റെ ജോലിയുടെ കാര്യമൊക്കെ സെറ്റാ. എൻ്റെ പൊന്നടാ, വീടാണ്, ജോലിയല്ല. ഓ കൺഫ്യൂഷൻ. എടാ നീ സ്ട്രൈറ്റ് ആയിട്ട് ഗാന്ധിയറിലേക്ക് പോരെ, ഡോർ നമ്പർ 105. ഓക്കെ. പിന്നെ റൂംമേറ്റ്സ് ഒക്കെ നാട്ടിൽ പോയതാ. ആ മാറ്റിൻ്റെ അടി താക്കോലിരിപ്പുണ്ടാവും. ഓക്കെ ഓക്കെ, ശരി. മാറ്റിൻ്റെ അടിയിലല്ലേ? ഓക്കെ. ലൊക്കേഷനിൽ തന്നെ 105. ഓട്ടോ എങ്ങോട്ടാ പോണ്ടേ? ഗാന്ധിനഗർ. ഗാന്ധിനഗർ അല്ലേ? ഓക്കെ. ഇത് പേരാ അവിടെ കിടന്നു. ഹലോ. ഹലോ ചേട്ടാ, ഞാൻ എത്ര നേരമായി വിളിക്കണു. ആ അഡ്രസ് ഒന്നും പ്രോപ്പറായിട്ട് ഒന്നുകൂടെ പറയോ? അഡ്രസ് അല്ലടോ, കുറച്ച് മുമ്പ് പറഞ്ഞു തന്നെ. റൂം നമ്പർ 105. ഗാന്ധിനഗർ. ഓക്കെ. ഞാൻ ആരുടെ അടുത്ത് കീ മേടിക്കണ്ടേ? അവിടെ ആരാ ഉണ്ടാവുക? ഇതിപ്പോ എത്ര തവണ പറഞ്ഞു. റൂംമേറ്റ് നാട്ടിൽ പോയതാ, 2 ദിവസം ആകുമ്പോൾ തിരിച്ചു വരും. ആ കീ ആ മാറ്റിൻ്റെ ഇടയിലെ മാറ്റിൻ്റെ അടിയിലോ? ഓക്കെ ശരി. നീ എൻജോയ് ചെയ്യും മോനെ. ഓക്കെ. ഉമ്മാരെ കൊണ്ടൊക്കെ ശല്യമാണല്ലോ. ചേട്ടാ, ഇനി എത്ര ദൂരമുണ്ട്? ഇനി 2 കിലോമീറ്റർ ഉണ്ട്. ഇതിൽ ഏതാ ദൈവമേ? മോളെ 100 രൂപ. ശരി. 105.
ഇതിലിപ്പോ ഏതാ റൂം? അയ്യോ, അടുക്കളയായിരുന്നു. ഇതായിരിക്കും. അയ്യോ, ഹലോ അമ്മ. ഹലോ മോളെ, റൂമിലെത്തിയോ? ഓ, ഇപ്പൊ എത്തിയേ ഉള്ളൂ. ലേറ്റ് ആയല്ലോ മോളെ. റൂമൊക്കെ എങ്ങനെയുണ്ട്? റൂമൊന്നും കുഴപ്പമില്ല അമ്മ, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. ആണോ? ആ. കിച്ചണൊക്കെ എങ്ങനെയുണ്ട് മോളെ? സൗകര്യമൊക്കെ ഇല്ലേ? എന്നും പുറത്തൊന്നും കഴിക്കണ്ട കേട്ടോ. ആ അമ്മ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് കുളിക്കട്ടെ അമ്മ. എന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വിളിക്കും മോളെ. ശരി ശരി. അവന്മാർ വന്നു. അതാരാ റൂമില്? സിംഗിൾ റൂമാന്ന് പറഞ്ഞിട്ട് ബാഗുണ്ടല്ലേ? സ്ത്രീയുടെ സ്ത്രീ സാന്നിധ്യം. ഇതെന്റെ റൂമാ. താനേതാ? ഗാന്ധിനഗർ ഡോർ നമ്പർ 105. ഇത് തന്നെയാണ്. അപ്പൊ ഇത് എന്റെ റൂമല്ലേ? എന്റെ റൂം. പ്രേതാണോ? കാലൊക്കെ ഹലോ. ഇവിടെ താൻ എന്തിന്റെ ബ്രോക്കറാ ശരിക്കും? തന്നോട് ഞാൻ റൂം മാത്രല്ലേ ചോദിച്ചുള്ളൂ. നെക്സ്റ്റ് ടൈം ഓക്കേ. ആൻസർ കിട്ടി. കൺഫേം ആയില്ല. താനിപ്പോ ഇവിടെ ഇറങ്ങണം. ഞാനോ? പിന്നെ ഈ 10 മണിക്ക് ഞാൻ ഇവിടെ പോവാനാ? ഞാനേ ബ്രോക്കർക്ക് 10,000 രൂപ ചക്കച്ചോള പോലെ എണ്ണി കൊടുത്താ. ഇതെന്റെ റൂമാ. താനിറങ്ങും. എന്തൊരു കഷ്ടമാണ് ദൈവമേ. എന്ത് കഷ്ടം. ഓരോരുത്തർ റൂം അതിക്രമിച്ച് കയറി ആലോചിക്കണമെന്നേ അല്ലോ. ഹലോ അമ്മേ പറ. റൂമൊക്കെ എങ്ങനെയുണ്ട്? റൂമൊന്നും കുഴപ്പമില്ല. താനൊന്ന് പുറത്തിറങ്ങി. അതേതാ മോനെ ഒരു പെങ്കൊച്ചിന്റെ ശബ്ദം? ഏത് പെങ്കൊച്ച്? അതിവിടെ എന്തോ. അമ്മ എന്താന്നിട്ട്? അത് ഇല്ലമ്മ, അത് മൊത്തം എന്തോ ഇവിടുത്തെ എന്തോ പ്രശ്നമാണ്. കൊടുത്തേക്കാം. എന്താ വേണോ? കാണുന്നില്ല. കൊടുക്കണ്ടേ? അരവിന്ദ്. എവിടെ സ്ഥലം? ആലപ്പുഴ. നാളെ ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്യണം. അതാ കൊച്ചിയിൽ റൂം നോക്കിയത്. എന്താ അറിയണം? താനോ? ഞാൻ കണ്ണൂരാ.
ഗ്രാഫിക് ഡിസൈനറാ, നാളെ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയതാ. അതാണെങ്കിൽ ഇപ്പം ഇങ്ങനെയായി. കൊച്ചിയിലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലേ? ഇല്ല. എൻ്റെ എപ്പോഴേ തോന്നി. എടോ, ഇന്ന് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഈ രാത്രി എന്ത് ചെയ്യാനാ? ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. രാവിലെ താൻ ഇവിടുന്ന് പോയാൽ മതി. അയ്യേ, ബ്രോക്കർ സ്വഭാവത്തിൽ എനിക്കാണ് അഡ്രസ്സ് ആയത്. താൻ അവിടെ നിന്ന് പോയത് നാളെ. അതിൻ്റെ ഇടയ്ക്കുള്ള അവള് എന്തൊരു കഷ്ടമാണ് ദൈവമേ. കാശുമില്ല, വീടുമില്ല. ഇത് നേരത്തെ വരാൻ തോന്നി എന്തോ. ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ പൈസ നാളെ മേടിക്കും. ആ, ഉറങ്ങാൻ പോവാണോ? ആ, നല്ല ബെഡാണല്ലേ? കുഴപ്പമില്ല. തണുപ്പത്ത് നമുക്ക് നിലത്തൊന്നും കിടക്കാൻ പറ്റില്ല അല്ലേ? അവിടെ എനിക്ക് നല്ല നടുവേനുണ്ട്. ഞാൻ ബെഡുമ്പോൾ കിടന്നോളാം. ഇറങ്ങിയേ പോയേ. ചുമ്മാ അടിച്ചാൽ കാശ് കൊടുത്ത് മേടിച്ച റൂമാണ്. പോ ബാഗ് എടുത്തിട്ട് പോയി കാണാൻ. പ്ലീസ് ചുമ്മാ കയറി വരുമോ? അല്ല, എടി, നീ ഇന്ന് എന്ത് വിശ്വസിച്ചുറങ്ങും? ഇനി അയാൾ ശരിയല്ലെങ്കിലോ? എടാ, കാണുമ്പോൾ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ട്. ആ ധൈര്യത്തിലാ ഞാൻ. ഈ ആണുങ്ങളങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി ഇവനെങ്ങാനും എന്നെ നീ കാണുമ്പോ ഞെട്ടിനെന്തിനാ നീ? ഞാൻ വെള്ളം എടുക്കാൻ മനുഷ്യൻ വെള്ളം കുടിക്കണ്ടേ? ചുമ്മാ പേടിപ്പിക്കില്ലേ? ആറ്റിറ്റ്യൂഡ് കണ്ടാലേ ഇവിടെ ഒന്ന് പേടിപ്പിച്ചാലോ? അല്ല, തനിക്ക് ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ താനകത്ത് കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. ഓ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പണ്ട് ഇവിടെ പ്രേതൊക്കെ ഉണ്ടാകുന്ന കേട്ടേക്കണം. അമ്മേ, നടത്തറ ശമ്പളം പേടിയില്ലല്ലേ? ചെറുതായിട്ട്. ഇത്രയ്ക്ക് പേടിയുള്ള ആളാണ് എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വന്നത്. അതൊക്കെ വലിയ കഥയാ. ഓ, വലിയ കഥയാണോ? എന്നാ പിന്നെ ഇപ്പം കേൾക്കാൻ സമയമില്ല കേട്ടോ. ലൈറ്റ് ഇടുന്നോട്ടെ. മിന്നിലൊക്കെ പേടിയുള്ള ആളല്ലേ? അവസാനം പേടിച്ചിറക്കി ഓടണ്ട. പോട്ടെ അപ്പോ. ശരി. അപ്പോൾ കറക്റ്റ് അഡ്രസ്സ് കിട്ടിയില്ലേ? ആ, ബ്രോക്കറെ വിളിച്ചിരുന്നു. ലൊക്കേഷൻ കിട്ടി. കാണാം. ഓക്കെ. അല്ല, എടോ,
ഡാ പ്രൊജക്റ്റ് വെച്ചായിരുന്നോ? ഡാ എന്താ ഒരു കള്ളച്ചിരിയൊക്കെ? ഒന്നുമില്ല. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, ഞാനിപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. പിന്നെ എന്നാ വിശേഷങ്ങൾ പറ. ഓ, അങ്ങനെയും പോണു. ഇപ്പം താമസം എങ്ങനെ പോണു? നല്ല തന്നെ. റൂംമേറ്റ് ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് പോയി. അപ്പം ഇപ്പോൾ 1 BHK ഒറ്റയ്ക്കാണ്. വലിയ കുഴപ്പമില്ല, ചില സമയത്ത് നല്ല ബോറടിയാണ്. പിന്നെ ഓഫീസൊക്കെ നൈസ് ആയതുകൊണ്ട് ആ ഒരു വൈബിലങ്ങ് പോണു. ഭയങ്കര പുരോഗമനമുള്ളോ? ഒരു മിന്നലടിച്ചപ്പോൾ ഒറ്റയ്ക്ക് പേടിയാന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കണേ. അതൊക്കെ അങ്ങ് ശീലായി. കുടിക്കാനെന്തെങ്കിലും പറഞ്ഞാലോ? ആ, പറയാം. ചായ പറയാം. ചേട്ടാ 2 ചായ. നോക്കി വേറെന്തൊക്കെയുണ്ട്? ഓ, അങ്ങനെ എൻ്റെ പോണു. ലഡാക്ക് ട്രിപ്പൊക്കെ എന്തായി? അതിനുള്ള പൈസയൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചേക്കുക. പോണം. ഇപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? ഓംലെറ്റ് ഉണ്ടാക്കാൻ കൂടുതലും ഹോട്ടൽ ഫുഡാണ്. കഴിച്ച് മടുത്തു. പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ വാടക ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും ആലോചിക്കാം. ആലോചിക്കാന്നേ. കാര്യമായിട്ട് ആലോചിച്ചു.